എന്തൊക്കെയാ ജോലി ചെയ്യാറുണ്ട്? നമുക്ക് അറവിന്റെ പണിയുണ്ട്, മീൻ കച്ചവടം, ബസ്സില്, പിന്നെ മിക്ക എല്ലാ പണികളും കാറ്ററിംഗിന്റെ എല്ലാ വർക്കും അറിയാം. പേര് പറയും. സാബിത്ത്. സാബിത്ത്. എത്ര കൊല്ലമായി കച്ചവടം തുടങ്ങിയിട്ട്? ഒരു 3 കൊല്ലത്തിന്റെ അടുത്തായി. 3 കൊല്ലത്ത്. എന്തിനാണ് കച്ചവടം ചെയ്യണത്? പഠിപ്പിന്റെ കാര്യം, വീടിന്റെ ചെലവും വീടിന്റെ പണിയൊക്കെ നോക്കാൻ. ഇപ്പം എന്തിനാ പഠിക്കണത്? +1. ഞാൻ മനസ്സിലാക്കിയത് കാസിംഖന്നോട് പറഞ്ഞത്, പിന്നെ ഇവരൊക്കെ പറഞ്ഞത് ഒരു ജോലി മാത്രമല്ല ചെയ്യണത്. അത് എന്തിനെങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്താ? എത്ര കാലമായി? നമ്മൾ ഒരു 3 കൊല്ലം കഴിഞ്ഞു എല്ലാ പണിക്കും. ആണോ? എപ്പോഴത്? വീട് എവിടെയാണ്? വീട് വട്ടക്കുളം. അവിടുന്ന് ഇതിപ്പോ നമ്മൾ നിൽക്കുന്നത് പടിഞ്ഞാറങ്ങാടി. അപ്പൊ എപ്പോഴാണ് പപ്പടേറ്റ് ഇറങ്ങുക? എങ്ങനെയാണ് എന്റെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. അല്ല കാസിംക പറയട്ടെ, എപ്പോഴാണ് പരിപാടി ഒന്ന് പറഞ്ഞേ. നമ്മൾ സ്കൂളിൽ ഒരു ദിവസം എങ്ങനെയാന്ന് പറഞ്ഞേ. നമ്മള് രാവിലെ സ്കൂളിൽ പോകും. 9 മണിക്ക് സ്കൂളിൽ പോയാ. ഏത് സ്കൂളാ? നമ്മള് വെള്ളത്തോള്. ആദ്യം കുമ്പടനേല്, ഇപ്പൊ +1 വെള്ളത്തോള്. അപ്പൊ ഇവിടുന്ന് നമ്മള് വിഷയം ഹ്യൂമാനിറ്റീസ്. എന്നിട്ട് ഇവിടെ നമ്മൾ 9 മണിക്ക് സ്കൂളിൽ പോയ ഉച്ചയായിട്ടുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മള് നേരെ ഒന്നീ പടിഞ്ഞാറങ്ങാടി അല്ലെങ്കിൽ എടപ്പാള് കച്ചവടത്തിന് പോകും. ഒരു കൊല്ലത്തിന് 1.5 കൊല്ലമായിട്ട് പടിഞ്ഞാറങ്ങാടിയിലെ കച്ചവടം. ഈ അങ്ങാടി പിന്നെ പറഞ്ഞോ ഇതിന്റെ കാര്യങ്ങൾ. വീട് പണി നടക്കുന്നു. ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് വീട് പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീട് പണിയുടെ പിന്നെ പഠിപ്പിന്റെ കാര്യവും പിന്നെ വീടിന്റെ ചില. പപ്പടം എവിടെ നിന്ന് എടുക്കുന്നതാണ്? നമ്മൾ BM പറയും. ഒരു ദിവസം എത്ര പാക്ക് വെക്കും? ആരാ കസ്റ്റമേഴ്സ്? ആരൊക്കെയാണ് കസ്റ്റമേഴ്സ്? നമ്മളെ ഇവിടെ പടിഞ്ഞാറങ്ങാടിയുള്ള പലർക്ക് കടകൾ, പിന്നെ ഈ ഫാൻസി കടകൾ, പിന്നെ മൂപ്പരാളെ വീട്, പിന്നെ നമ്മള് റോഡ് സൈഡുകൾ ഇങ്ങനെ കാറുകളൊക്കെ പാർക്ക് ചെയ്യും. എങ്ങനെ അവിടുന്ന് വീട്ടിൽ നിന്ന് എത്ര സമയം ഇങ്ങോട്ട് നടക്കും? നമ്മള് അങ്ങനെയല്ല, നമ്മള് വീട്ടിൽ നിന്ന് പകുതി വരെ ബസ്സിന് വരും. പിന്നെ അവിടുന്ന് ഒരു ഇത് വെച്ചിട്ട് ഇങ്ങോട്ട് പടിഞ്ഞാറങ്ങാടി വരെയാണ് നമ്മളത് നടക്കൂലേ? പടിഞ്ഞാറങ്ങാടി. പിന്നെ ഈ മറ്റു പണികൾ പറഞ്ഞല്ലോ, മീൻ പണിയാൾക്ക് എന്താ ചെയ്യാ? നമ്മള് കച്ചവടം ഇല്ലാത്തപ്പോൾ നമ്മള് ചങ്ങനാകുളത്ത് നമ്മളൊരു മലയാളിന്റെ സാവുക്കാന്ന് പറയും, മീൻ കച്ചവടമല്ല. മൂപ്പരാളൊപ്പം പോവും. പിന്നെ ഇറച്ചിക്കട വട്ടകുളത്ത് മുത്തലിബ് എന്ന് പറഞ്ഞാൽ, പിന്നെ നീലിയാട്ടിൽ കാലിദക്ക, കുമ്പടിയുള്ള ഫാസിലിക്ക, അവരൊക്കെ. പിന്നെ ഈ ക്യാഷ് എന്താ നീ ചെയ്യാറുള്ളത് 3 വർഷമായിട്ട്? ഞാൻ വീട്ടിലേക്ക് സാധനങ്ങൾ, അരി എല്ലാം നീ തന്നെയാണ്? വീട്ടിലുള്ള അരി സാധനങ്ങൾ. വാപ്പാക്ക് എന്താ സംഭവിച്ചത്? വാപ്പാക്ക് അറ്റാക്ക് വന്നിട്ട് മരിച്ചു. ഓക്കെ, ഏതായാലും പപ്പടം നോക്കട്ടെ, എത്ര പാക്ക് ഉണ്ടോ നോക്കട്ടെ. അപ്പൊ നമ്മള് വീഡിയോ ചെയ്യണോണ്ട് നമുക്ക് സൗജന്യമായി തരാൻ സാധ്യത ഉണ്ട് അല്ലേ? എത്ര വേണ്ട? ഫ്രീ തരുമോ? പിന്നെ അതാണോ അവന്റെ മനസ്സ് നോക്കി നിങ്ങള് അല്ലേ? ഇന്നിപ്പോ തുടങ്ങുകയാണല്ലോ. 23 ഓക്കെ. അപ്പൊ 2350. അപ്പൊ എത്രയാണ്? 1150 റുപ്യ. 1150 റുപ്യ. അത് എത്ര ഉണ്ട്? 2000. അപ്പൊ തൽക്കാലം അതിന്റെ വക കൊടുക്കുകയാണ് കേട്ടാ. ഓനൊരു പ്രോത്സാഹനം എന്നുള്ള നിലക്ക് കേട്ടാ. പോയി നോക്കാം. അപ്പൊ വീട്ടിലെത്തില്ലേ? വീട്ടിലെത്തി. ഉമ്മ അവിടെ ഉണ്ട്. എന്താ നിങ്ങളെ പേരെന്തേന്നു?